മനുഷ്യന്റെയും അമലുകൾ ആ തുലാസിലിട്ട് തൂക്കിയിട്ട് നാളെ ആഖിറത്തിൽ നിന്ന് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ തീരുമാനിക്കും. അപ്പൊ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ആ തുലാസ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്, അതിന്റെ വലിപ്പം എത്രയാണെന്ന് ചോദിക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ സഹാബാക്കളെ, ആ തുലാസിന്റെ വലിപ്പമെങ്ങാനും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സമയവും വെറുതെ കളയൂല. സഹാബാക്കൾ ചോദിച്ചു, അത്രയും വലുതാണോ നബിയെ? അതേ സഹാബാക്കളെ, അത്രയും വലുതാണ് ആ തുലാസ്. എന്നിട്ട് റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും അത് മുഴുവനും ആ തുലാസിന്റെ ഒരു തട്ടിലങ്ങ് വെച്ചു കഴിഞ്ഞാൽ ആ തട്ടിൽ ഒരു 25 പൈസ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നാണയത്തൊട്ട് ഇട്ടതുപോലെ ആയിരിക്കും ഈ ആകാശവും ഭൂമിയും ആ തുലാസ് ഒരു തുലാസ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക. അത്രയും വലുപ്പമുള്ളതാണ് ആ മീസാൻ, ആ തുലാസ്. ആ തുലാസ് നിറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നു. നിറയോ ആകാശവും ഭൂമിയും മുഴുവനും ആ തുലാസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൈസ ഇട്ടതിന്റെ അതേ പ്രതിനിധി മാത്രമാണ്, ഒരു പ്രതീതിയാണ് ആ തുലാസിൽ ഉണ്ടാവുക എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. യാ സുബ്ഹാനല്ലാഹ്. അപ്പൊ സഹാബാക്കൾ പൊട്ടിക്കരയാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളൊക്കെ ഈ ആകാശ ഭൂമി പോലും നിറക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുക യാ റസൂലല്ലാഹ്? അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സഹാബാക്കളെ പേടിക്കണ്ട, അതിന് എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ റബ്ബ് അതിന് ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വഴികൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ, ആ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ മീസാനിൽ തൂക്കാതെ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത അമലുകളൊക്കെ 3 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായോ? 3 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോ അല്ലെ, വാളയാറും പാലക്കാടൊക്കെ ഒരുപാട് ചെക്ക് പോസ്റ്റുകളുണ്ട്. ആ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നിട്ട് സാധനങ്ങൾ വരുള്ളൂ. അതൊക്കെ പേപ്പർ ക്ലിയർ ആണെങ്കിൽ മാത്രം. ഇതേപോലെ നമ്മുടെ അമലുകൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഇവിടുന്ന് ചെല്ലിയ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഒന്നാം ആകാശം എത്തുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒന്നാമത്തെ ആകാശത്തല്ല, അത് എത്തുന്നതിന് മുമ്പ് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് അന്നത്തെ ദിവസം ഗീബത്ത് പറയാത്തവനാണോ, നമീമത്ത് പറയാത്തവനാണോ, കളവ് പറയാത്തവനാണോ എന്ന് നോക്കിയിട്ടാണ് നമ്മുടെ അമൽ അല്ലാഹു തആല ഒന്നാമത്തെ ആകാശത്തേക്ക് തന്നെ ഉയർത്തുള്ളൂ എന്നാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നില്ലേ? നമ്മൾ ചെയ്യുന്ന ഒരു അമല് ഇപ്പൊ നമ്മുടെ എല്ലാവരും